ഹേയ് ഗായ്സ്, ന്യൂ ഇയറിന്റെ അന്ന് സംഭവിച്ചെന്താന്ന് അറിയണ്ടേ? വേറൊന്നല്ലോ കേട്ടോ, ഒരു സിനിമ കാണാൻ പോയതാണേ. പതിവ് പോലെ തന്നെ പ്ലാനിങ് ഒക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. എവിടെയാ പിന്നെ പാളിയെന്നാണ് കേട്ടോ അറിയാത്തത്. അറിയാവുന്നില്ലപ്പോ എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല അത്ര തന്നെ. അവസാന നിമിഷം നമ്മൾ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തിട്ടോ. ആകെ അരമണിക്കൂർ കൊണ്ട് ഞങ്ങളും ഉണ്ട്. ഈ അരമണിക്കൂറിനകത്ത് സിനിമ തുടങ്ങും കേട്ടോ. ഇവിടുത്തെ ട്രാഫിക് കാരണം സിനിമ കാണാൻ പറ്റുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നേ. ഞങ്ങൾക്ക് തോന്നുന്നത് ഈ അടുത്തുനിന്ന് ഇങ്ങനൊരു ഓട്ടം ഞങ്ങൾ ഓടിയിട്ടില്ലെന്നാണ്. കുറെ ഓടി കേട്ടോ അന്ന്. ശരിക്കും ഇനി 2 മിനിറ്റേ ഉള്ളൂ ഗായ്സ് സിനിമ തുടങ്ങാനായിട്ടോ ഇങ്ങനെ നടന്ന് ഓടുന്നത്. റോഡിലെ ട്രാഫിക്കിനോടൊന്ന് വിട പറഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുൾ ആളാട്ടോ. ഞങ്ങൾ അങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നേരെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഫുൾ ഓട്ടോ ആയിരുന്നു ഗൈസ്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ചക്കണ്ട പരിചയമുണ്ട്. നമ്മൾ എവിടെ തുടങ്ങി ഓട്ടം നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. ഓടി ഇപ്പൊ മോളിന്റെ അകത്ത് കയറിയിട്ട് അതിന്റെ അകത്തും കിടന്ന് ഓടുവാണേ. എല്ലാരും പല വഴിക്കുന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഈ ഇടയായി നമ്മൾ എവിടെ പോയിറങ്ങിയാലും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്ന മൂവി ഏതാന്ന് വെച്ചാൽ സർവ്വമായാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഓട്ടത്തിന് പ്രയോജനം ഉണ്ടായി. ഫൈനലി നമ്മൾ സിനിമ തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നേ തന്നെ തിയേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേറിയാ മാത്രം പോരല്ലോ, സീറ്റും കണ്ടുപിടിക്കണമല്ലോ. അല്ലാണ്ട് ഇനി മറ്റുള്ളവരുടെ സീറ്റിൽ പോയിരുന്ന് അടിയിട്ടൂലേ? ഇനിയിപ്പോ അടിയൊന്നും മേടിക്കാൻ ടൈം ഇല്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ അങ്ങ് ഇരുന്നു കാണാൻ. എന്തായാലും കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം ഒന്ന് ഇരുന്നിട്ടോ. ഞങ്ങൾക്ക് ആദ്യം മുതലേ ഈ സിനിമ കാണാൻ പറ്റിയതിന് കാരണം വേറെ ആരല്ലോ കേട്ടോ, ആ ഊബർ ഓടിച്ച ചേട്ടനാണേ. ആ ചേട്ടൻ ഞങ്ങളെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിച്ചോണ്ടാണ് കേട്ടോ നമുക്ക് ആദ്യം മുതലേ സിനിമ കാണാൻ പറ്റിയത്. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഓടിയത് ആദ്യം മുതലേ കാണാനാണ് കേട്ടോ. ഇപ്പൊ ഓടുന്നത് സിനിമ കഴിഞ്ഞിട്ട് റൂമിലെത്താൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ, അതും വന്നിട്ട് നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നേ. സിനിമ കണ്ടതിൽ നിന്ന് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ റിയലി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ മൂവി. അതുപോലെ തന്നെ അജു വർഗീസിന്റെ നിവിന്റെയും കോംബോ അതും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് ഫാമിലി ഓഡിയൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുവേ. നിവിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു കേട്ടോ ഈ മൂവി. എല്ലാം കൊണ്ടും ബെറ്റർ ആയിരുന്നേ. കോമഡി ആയാലും ഇമോഷൻ ആയാലും എല്ലാം ലാസ്റ്റ് എൻഡിങ് വരെ ഞങ്ങളെ കരയിപ്പിച്ചു ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.